കഴിഞ്ഞിട്ട് ബീനയുടെ ഹെയർ വാഷ് ചെയ്യണം കേട്ടോ. ആ എന്താ മിനി പെട്ടെന്നൊരു ഫേഷ്യല്? കഴിഞ്ഞ ദിവസമല്ലേ ഇവിടെ ചെയ്തിട്ട് പോയത്? അതൊക്കെ കാര്യമുണ്ട് ദീപികെ. എന്താ കാര്യം? പുറത്ത് ആരോടും പറയില്ലെങ്കിൽ പറയാം. ഓ പറയാൻ പറ്റത്തില്ല കാര്യമാണ്, പറയണ്ട. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത് കൊള്ളാലോ. ആരുടെ സിനിമയാ? ഡയറക്ടർ പുതിയ ആളാ, പക്ഷെ സംവിധായകൻ നമ്മുടെ കമൽ സാറാ. ആ എന്താ ഈ പറയുന്നത്? ഡയറക്ടർ തന്നെയല്ലേ സംവിധായകനും? അതെ, ഈ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന ഡയറക്ടർ ഉണ്ടല്ലോ. ഓ കാസ്റ്റിംഗ് ഡയറക്ടർ. ആ അതന്നെ. ഇപ്പൊ ദീപികയ്ക്ക് എല്ലാം അറിയാല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മിനി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ആ സജീവേട്ടൻ്റെ കൂടെ. ഏത് സിനിമയിൽ? സിനിമയല്ല, ജീവിതത്തിൽ. ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ? ഓ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആ അത് തോന്നിക്കോളും, മാരേജ് കഴിയാത്തതിൻ്റെതാ. ഈ ഷേപ്പ് മാറാൻ എന്താ വഴി? ആ വയലോട്ട് ഇറങ്ങിച്ചല് 4 ചീത്ത ആരോടും പറ, അപ്പം ഷേപ്പ് മാറി കിട്ടും. ഓ ഒരു തമാശ. എടി നയൻതാരയെ പോലെ അവൻ എന്താ ഒരു വഴി? നയൻതാരയുടെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചാൽ മതി. ഇതാ ഞാൻ ആരോടൊന്നും പറയാത്തത്. തനിക്ക് എന്നോട് ജലസ്യാ. ഓ എനിക്ക് ജലസി ഒന്നുമില്ലടി. സജീവേട്ടൻ വന്ന് വഴക്കിട്ട് പോയെന്ന് കേട്ടല്ലോ. ആ പോയി. ഞാൻ ഡിവോഴ്സിന് കൊടുക്കാൻ പോവാ. ആ ചെന്ന് പോടാ. ദേ മുടി ഷാമ്പൂ ഇട്ട് ട്രൈ ആക്കിയിട്ട് വൈകിട്ട് ഒന്നുകൂടെ വരണം. ഓ പിന്നെ ഈ സിനിമയുടെ കാര്യം പുറത്താരോടും പറയല്ലേ. ഒന്ന് കൂടി. എല്ലാവർക്കും അസൂയ, ആർക്കും നന്നാവുന്ന കണ്ടുകൂടാ. ഓ കുട്ടിക്ക് തന്ന നല്ല നാടൻ കോഴിയാ. ഓ കോഴി പറ്റിന് ഇത്രയും രുചിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത് നാടൻ കോഴിയാന്ന് എങ്ങനെ അറിഞ്ഞേ? കണ്ടാ വയറ്റിൽ കിടന്ന് കൂണാണ്ടാ, നല്ല മുറ്റു നാടൻ കോഴിയാ. ബാക്കിയുള്ള എന്തേ ഈ പച്ചവളം കൂട്ടിയാ കഴിക്കുന്നത്? ആ ഇതാ പറഞ്ഞത്, ആലിപ്പഴം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ആ നിന്റെ കാര്യം. ആയ കാലത്ത് കുറെ വലിച്ചു വാരി തിന്ന് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പിടിപ്പിച്ചു വെച്ചതല്ലേ, കണ്ടോണ്ടിരുന്നോ? അതെ, ഇന്നൊരു കഷ്ണം ഞാൻ കഴിച്ചില്ല. മൂലക്കുരു വരും. അതെന്താ സ്വാമിക്ക് വരില്ലേ ഇപ്പോ ചിക്കൻ തിന്നാ? എനിക്ക് മൂലക്കുരു ഉണ്ടായിരുന്നു, പക്ഷെ അത് മൂലത്തിലല്ല വന്നത്, കക്ഷത്തില. അത് മാറി. അത് പോട്ടെ. വൈകിട്ട് എന്താ പരിപാടി? ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് വയ്യ ആശുപത്രി കൊണ്ടുപോകാൻ. വഴിപാടായിട്ട് ഒരു ഫുള്ളും പൈൻറ്റും കിട്ടിയിട്ടുണ്ട്. ആ ഫുള്ള് നമുക്ക് അങ്ങ് അടിക്കാം. നമുക്കടിക്കണ്ട, ഫുള്ള് ഭാവം അങ്ങ് അടിക്കും, പൈൻറ്റ് ഞാൻ അടിച്ചോളാം. ഉത്തമസ്വാമിക്ക് എന്നോട് ഇത്ര സ്നേഹമോ? അയ്യോ സ്നേഹം ഉണ്ടായിട്ടല്ല, ഫുള്ള് ജവാനാ, പൈൻറ്റ് ബക്കാടിയാ. ഞാൻ അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടോളാം. അകത്തേക്ക് വരാമോ? വൃത്തികെട്ട ശബ്ദം. ഉച്ചപൂജ നടക്കുവാ. ആ മിനിയുടെ അമ്മാവനാ മാധവൻ. അയാൾ തന്നെ. ഭാവി എന്തി ആമത്തോട്ടിൽ ഭക്ഷണം കഴിക്കുക. ആമത്തോട്ടിൽ നിന്നോ പുഴയെന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. എനിക്ക് ബാബയെ കണ്ടു കാര്യം ഉണർത്തിക്കാനുണ്ട്. അതല്ല, ആമത്തോട്ടിൽ ബാബ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ശനിയാഴ്ചയല്ലേ, വൈകിട്ടത്തെ ബാബയുടെ ഭക്ഷണം തലയൊട്ടിയില്ല. ഉണർത്തിച്ചോ. മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി. ഇത് പറയാനാണോ? എനിക്ക് കയറി കൂടണം. ആരാത്? നേരത്തല്ല, എൻ്റെ മരുമകൾ മിനിയുടെ വീട്ടിൽ എനിക്കൊന്ന് കയറി കൂടണം. അതിനിപ്പോൾ എന്താ വഴി? എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങളാ സാധാരണ കൂടെ കുരിശുപള്ളിയുടെ സൈഡിൽ കൂടുതൽ വഴി കൂടിയല്ല പോവാറ്, അത് മറന്നു പോയോ ആ വഴി? എൻ്റെ പൊന്ന് ബാബാസ്വാമി, ഞാൻ പെരുവഴിയിലായിട്ട് 1 മാസം കഴിഞ്ഞു. എനിക്ക് കയറി കിടക്കാൻ വീടും കൂടൊന്നും ഇല്ലെന്ന് അറിയാൻ മേലെ. അതിത്തിരി കാശിലുള്ള കാര്യമാണ്. പെൻഷൻ കിട്ടുമ്പോൾ തന്നോളാവേ. ആ അത് നോക്കിയാൽ ഞങ്ങൾ പെൻഷൻ പറ്റും. ഈ ഒഴിവിൽ എനിക്ക് എങ്ങനെയും മിനിയുടെ വീട്ടിൽ കയറണം. മിനി സജീവനെ ഉപേക്ഷിച്ചോ മട്ടോ? ആ അങ്ങനെയാണെങ്കിലേ ഒരു വഴിയുണ്ട്, ആ ചെവി കൊണ്ടു. അതോ ഇക്കാര്യം ഇപ്പൊ തന്നെ ഉത്തമൻ സ്വാമിയുടെ ഐഡിയ വേണം കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കും. ആരെ കാണാൻ വന്നതാ? എനിക്കാരും കാണുന്നു വേണ്ട, വന്ന വഴിയെ തിരിച്ചു പൊക്കോടണം. എന്താ നിൽക്കുന്നേ? പോവാനല്ലേ പറഞ്ഞേ? 1 നിമിഷം. പോകുമ്പോൾ തൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എടുത്തോണ്ട് പൊക്കോണം. എൻ്റെ മിനി അഭിനയം ശരിയാകുന്നില്ല, കുറച്ചുകൂടി റിയലായിട്ട് ചെയ്യുക. എല്ലാം എടുത്തതാണല്ലോ. പട്ടാളത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന ട്രങ്ക് പെട്ടി, എന്നാൽ അതെടുത്തേക്കാം. സെൽഫി വീഡിയോ എടുത്തു കൊടുക്കാൻ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞതുകൊണ്ടാ. ഈ സിറ്റുവേഷനിൽ ഉത്തമസ്വാമി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ മിനിയോട് പറയും? ഈ വീഡിയോ നന്നായില്ലേ എനിക്കതിൽ നായികയാവാം. ഓ ആ ഡയറക്ടറുടെ വിധി. അപ്പോൾ ഒന്നുകൂടി നോക്കാല്ലേ? ആ മുടി മുന്നോട്ടിടണോ അതോ പിന്നോട്ടിടണോ? എങ്ങോട്ടേലും ഇട്, വേഗമാവട്ടെ, എനിക്ക് പാർലറിൽ പോകാനുള്ളതാണ്. ധൃതി പിടിക്കാതെ പെണ്ണേ,
ഇതൊന്നും ഉള്ളിൽ നിന്ന് വരണ്ടേ? ഉള്ളിന്നോ സവോളയെന്നോ എവിടുന്നേലും ആട്ടെ. ആക്ഷൻ. എന്താ അങ്ങളെ? എടുക്കാനുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ഓ അതോ, അത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഒരു വീഡിയോ ചെയ്തതല്ലേ. മോളെ കൂടെ പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകുന്നതാണ്. എനിക്ക് 100 കൂട്ടം പരിപാടിയുള്ളതാണ്. ഇതാ മൊബൈൽ. ദേ ഞാൻ പാർലോട്ട് വരുന്നുണ്ടേ. നേരത്തെ വിളിച്ചിട്ട് തരണേ, ലീവ് എടുക്കാനുള്ളൂ. മോളെ എല്ലാം അങ്കിൾ അറിഞ്ഞു. സജീവനെ ഡൈവോഴ്സ് ചെയ്യാൻ കൊടുത്തു, അവൻ കാശ് കൊടുക്കണം, എല്ലാം. അടുത്ത ആഴ്ച കോടതി വിളിച്ചിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം ഡിവോഴ്സ് തന്നെയാണ്. പിന്നെ ഞാൻ വന്നതേ മോളോടൊരു കാര്യം പറയാം. അതെന്താ? ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെന്ത് കാര്യം? അതൊക്കെ വർക്കൗട്ട് ആവും അങ്കിളെ. പിന്നെ ലക്ഷങ്ങളുണ്ടാവും. മോൾ അങ്കിൾ പറഞ്ഞാലും കേട്ടാ മതി. എന്നാ പിന്നെ നോക്കാല്ലേ. ഞാൻ ആരോടും പറയില്ല. 1 വർഷക്കാലമായി ഞാൻ സജീവിന് പൈസ കൊടുത്തിട്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിൻ്റെ ആധാരം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം മുതലുമില്ല, പലിശയില്ല. എടോ ശിവ, ഈ വട്ടിപ്പലിശയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തനിക്കൊരു നീതിയും കിട്ടുകയില്ല. അത് കൊല്ലാപ്പാകുകയും ചെയ്യും. ഞാൻ ആ സജീവൻ്റെ ഭാര്യ മിനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വക്കീലെ ഇരുമ്പ് കുടിച്ച വെള്ളം കക്കില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അനുഭവം ഗുരു. ഇതുപോലൊരു ഗുരുവാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വക്കീൽ സാറിന്റെ വരാൻ പറഞ്ഞു. വാ ഇരിക്കും മിനി. ഇദ്ദേഹത്തെ അറിയാവോ? സ്റ്റീഫൻ ചേട്ടനല്ലേ? സജീവൻ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്, ഇതേവരെ കൊടുക്കുന്നില്ല. ചേട്ടനോടും വാങ്ങിച്ചോ? ഈ പഞ്ചായത്തിൽ എനിക്ക് കടം വാങ്ങിച്ചായിട്ട് ആരുമില്ല. ആധാരം എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് വല്ല കാര്യമൊന്നുമില്ല. അത് ഇഷ്ടദാനം കിട്ടിയ സ്വത്താ. അത് RTO കോടതിയിൽ നിന്ന് ഉത്തരവിട്ടാൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനുള്ള നടപടിയൊക്കെ എൻ്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താൻ പെട്ടല്ലോ ശിവ, ഇതൊന്നും നോക്കാതെയാണോ ആധാരം വാങ്ങി വെക്കുന്നത്? വിശ്വാസം അതല്ലേ എല്ലാം. അങ്ങനെയല്ലേ വക്കീലെ? അതൊക്കെ വെറുതെ മോഹൻലാൽ ചുമ്മാ പറഞ്ഞതല്ലേ. ഇനി പണയം വെക്കാനോ വിൽക്കാനോ വല്ലതും ഉണ്ടോ പെങ്ങളെ? ഓ ഉണ്ട്. അഭിമാനം അതാർക്കും വേണ്ടാതാനും. ഇനിയിപ്പം എന്താ ചെയ്യുക വക്കീലെ? ഞാൻ സജീവനെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ മരം. ഒരു 3 ക്യൂബിക് അടി നീളം. അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്നേ. ഈ സ്ഥലം ആരുടെയാ? സ്ഥലം മേടിക്കാൻ വന്നല്ലോ, മരം മേടിക്കാനല്ലേ? അതിന്റെ കാര്യം നോക്കിയാൽ മതി. അതെ, ആളെ തന്നിട്ടുണ്ട്. തോട് കയറി നീർക്കോലിയ, ഒറ്റ അടിക്ക് കൊല്ലണ്ട. പയ്യെ കൊണ്ട. നീ കച്ചവടം നടത്താൻ നോക്ക് സമതേ. ബാക്കി കാര്യം ഞാനേറ്റു. ഇതിന്റെ കൂടെ ഒരു തള്ളായിട്ട് ഞാനുണ്ടെന്ന്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ സ്ഥലത്തിന്റെ ഉടമ തോമസ് കുട്ടി അമേരിക്കന്ന് 1 വർഷം എൻ്റെ വരുള്ളൂ. എന്നിട്ടേ വരുള്ളൂന്നേ. അന്നേരം മരം കേട് വന്നു കുടിഞ്ഞു പോരാന്ന് ഞാൻ പറഞ്ഞോളാം. അത് കളിക്ക് നല്ല കാര്യസ്ഥനാണല്ലോ. ബാ ഇതാണ് തങ്കഞ്ഞേട്ടൻ. വേറെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഒരു 20,000 രൂപ തരാം. 5,000 രൂപ അഡ്വാൻസ് തരാം. ബാക്കി അടുത്ത ആഴ്ച. അത് പറ്റിയല്ല. കിഴക്കേടത്തെ ഷാജി 15 രൂപ 35,000 പറഞ്ഞതിന്. ഇതിന്റെ ശേഖരം വടക്കോട്ടാന്നേ. അതിനെന്താ? വടക്കോട്ട് പോയ വിളക്കെന്നാ. ഞാൻ കേട്ടിട്ടില്ലേ. 5,000 പേര് വെച്ച് അങ്ങോട്ട് ഉറപ്പിയിരുന്നേ. ഒരു 25,000 ഉറപ്പിക്കും. തടി കേടാവും സംശയം. തടി കേടാവുന്നതിന് മുമ്പ് ഉറപ്പിക്കും മാപ്പിളേ. അതെ, ആരും കാണുന്നതിന് മുമ്പ് അങ്ങ് ഉറപ്പിരും. എന്നാ വാ, ATM നിന്ന് പൈസ എടുത്ത് തരാം. 5,000 നടക്ക്. വാ, അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു കുട്ടി മരം നോക്കാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് മേടിക്കണം. ശരിയാവോ? അതൊക്കെ ശരിയാവുന്നേ. ഇത് അഡ്വാൻസ്. അടുത്ത ആഴ്ച മരം മുറിക്കാൻ വരും. ഓക്കെ, ആയിക്കോട്ടെ. പൊക്കോ. കാട്ടിലെത്തടി ദേവരുടെ ആനാണ്. നമുക്കും കിട്ടണം പണം. അകത്തേക്ക് പ്രവേശിക്കാമോ? അയാൾ ആരെയും തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ട് തോന്നുന്നു. ആ വൃത്തിയായിട്ട് ശബ്ദം കേട്ടോ. അടുത്ത ആളെ തപ്പാൻ പൊക്കോ. മണിച്ചയും പോലെ ഇവിടെ തടവാട് അറിയാലോ. പിന്നെ ഇറച്ചിക്കടയുടെ വാതൊക്കെ പട്ടി നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാര്യമുണ്ടോ? പോ. ഇതെന്റെ സുഹൃത്ത് സ്റ്റീഫൻ.
റിയൽ എസ്റ്റേറ്റ് ആണ് പരിപാടി. ഇങ്ങനെ ഒരു കച്ചവടം നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അമ്മ മൂവിയുടെ അനുഗ്രഹം മേടിച്ചോളൂ മക്കളെ. അനുഗ്രഹിക്കണം മൂങ്ങാമ്മച്ചി. മൂന്നാമച്ചോ വെറുതെ ദേവിയുടെ കോപത്തിന് പാത്രീഭൂതനാകാതെ അമ്മേ എന്ന് അരുൾ ചെയ്യുക. അമ്മേ. ഞാൻ കണ്ടിട്ടുണ്ട് അമ്പലപ്പറമ്പിൽ ഗാനമേളയിൽ നൃത്തം ചെയ്യുന്നത്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അത്. വഴിവിട്ട് പോകാതെ വന്ന കാര്യം വന്ന കാര്യം പറയൂ മകനെ. അതെ, ശ്രീധരൻ വക്കീലിന് ഏലപ്പാറയിൽ ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. അതെങ്ങനെയും ഒന്ന് കൈക്കലാക്കി തരണം. കച്ചവടം നടന്നാലല്ലേ എനിക്കെന്തെങ്കിലും ഉള്ളൂ. എല്ലാം ഒരു കച്ചവടമല്ലേ മകനെ, ഇതും നടക്കും. ഒരു ഹോമം വേണ്ടി വരും അല്ലേ ബാബ? അതെ, ഹോമവും ഉച്ചാരണവും വേണ്ടി വരും. അകിട് കൊണ്ടുവന്നിട്ടുണ്ടോ? തകിട് കൊണ്ടുവന്നിട്ടുണ്ടോ? അരയിലുണ്ട്, എടുക്കട്ടെ? അയ്യോ, ആ തകിട് അവിടെ തന്നെ കിടന്നോട്ടെ. ബാവ കുറച്ച് തകിട് പൂജിച്ചു തരും. അത് ആ സ്ഥലത്തിന്റെ 4 മൂലക്കിലും ഭദ്രമായിട്ട് കുഴിച്ചിടും കേട്ടോ. ഹോമത്തിനുള്ള ലിസ്റ്റ് കൊടുക്കൂ സ്വാമി. പിന്നെ എപ്പോ കൊടുത്തു വെച്ചാണ് ഇതൊക്കെ പണ്ടേ റെഡിയല്ലേ. ചുടുകട്ട 150, സിമെന്റ് 2 ചാക്ക്, എൽസാൻഡ് 30 അടി, പിന്നെ ബംഗാളികളുടെ പണിക്കൂലി 3000, പിന്നെ ഒരു നല്ല നാടൻ കോഴി, പിന്നെ തോർത്ത് മുണ്ട് ഇത് 2 വീതം, പിന്നെ വെള്ളപ്പൊടി 15 ലിറ്റർ അത് വേണം കേട്ടോ. പിന്നെ ഓൾഡ് മങ്ക് 1 ലിറ്റർ, തക്കാളി ഇട്ടുണ്ട്. ഇതുകൊണ്ട് കാര്യം ഓക്കെ ആവുമല്ലോ അല്ലേ? ഒരു മാസത്തേക്കുള്ള കാര്യം ഓക്കെ. ഒരു മാസത്തേക്കോ? ഒരു മാസത്തേക്ക് ഉള്ളിൽ കാര്യങ്ങൾ ഓക്കെ ആവുമെന്നാണ് ബാബ ചെയ്തത് അല്ലേ ബാബേ? അതെ അതെ. പോയി വരൂ മക്കളെ. ഇനി ആശ്രമത്തിൽ വരുമ്പോൾ ആനന്ദ നൃത്തം ചെയ്യണം. അത് ഞങ്ങള് അല്ല ഉത്തമേട്ടാ, എന്തിനാ 150 ചുടുകട്ട, 2 ചാക്ക് സിമെന്റ്, പിന്നെ 3000 വെച്ച് ബംഗാളികൾക്ക്? എന്റെ വീടിന്റെ ബാക്കിലെ സ്റ്റെപ്പ് പൊളിഞ്ഞു കിടക്കണം നീ കണ്ടാൽ ആ അത് ശരിയാക്കണ്ടേ? ഓ ശരിയാക്കണം, ആക്കിക്കോ. ഇനി ഈ 15 മീറ്റർ വെള്ളത്തോടെ എന്തിനാ? എടാ ഇവക്ക് ആകെ ഒരു വെള്ള ഡ്രസ്സല്ലേ ഉള്ളൂ. ആ ഇത് കഴുകും ഉണക്കം നനയ്ക്കൊന്നും വേണ്ടേ? അപ്പൊ സ്റ്റെപ്പിനായിട്ട് വേറെ ഒരെണ്ണം വേണ്ടേ? അതിന് വേണ്ടിയല്ലേ ഈ 15 മീറ്റർ വെള്ള തുണി. 15 മീറ്റർ മതിയാവും. മതിയാവും. അകത്തേക്ക് വരാമോ? കമ്മീഷൻ മേടിക്കാനുള്ള വരവാണ്. ആരും വരണ്ട, നട അടച്ചു. ഇനി ആ വക്കീലിനെ ഒന്ന് കാണണം. ഇനിയാണ് ഉത്തമന്റെ യഥാർത്ഥ കളി കാണാൻ പോണത്.